നമസ്കാരം. സ്വാതന്ത്ര്യദിനം ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ ആഘോഷിക്കുന്ന ഒരു ദേശീയ ആഘോഷ ദിനമാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിച്ച് സ്വതന്ത്ര രാഷ്ട്രമായി ജനിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി നിരവധി മഹാനായ നേതാക്കൾ രക്തസാക്ഷികളായി. മഹാത്മാഗാന്ധിജിയുടെ അഹിംസാത്മക സമരരീതി, സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃപാടവം, ഭഗത് സിംഗിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും ധീരതയും വന്ദേമാതരം വിളിച്ചുയർത്തിയ അസംഖ്യ സേനാനികളുടെ ത്യാഗവും വെറുതെയല്ല. അവരുടെ അതിമഹത്തായ പോരാട്ടത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. 2025 സ്വാതന്ത്ര്യ ദിനം പുതിയ പ്രതീക്ഷകളും വളർച്ചയുടെയും സന്ദേശവുമാണ് നൽകുന്നത്. ഡിജിറ്റൽ ഇന്ത്യ, ആത്മനിർഭർ ഭാരത്, സുസ്ഥിര വികസനം, സേനയുടെ ശാക്തീകരണം, വൈജ്ഞാനിക പുരോഗതി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ മുന്നേറ്റം കുറിക്കുന്നു. 2025 ആഘോഷങ്ങൾ വിപുലമാണ്. പ്രധാനമന്ത്രി ലാൽകോട്ടയിൽ ദേശീയ പതാക ഉയർത്തുകയും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും വിദ്യാലയങ്ങളിലും സർക്കാരും പൊതുസമൂഹവുമൊത്ത് ഈ ദിവസം അതിഗൗരവത്തോടെ ആചരിക്കുന്നു. പതാക ഉയർത്തൽ, ദേശഭക്തി ഗാനങ്ങൾ, പരേഡ്, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഇതുപോലെ വലിയൊരു ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ആഴത്തിലുള്ള കടമകളെക്കുറിച്ചും ദേശസ്നേഹത്തെക്കുറിച്ചുമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യവും അതിനെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വവും നമ്മളെ അഭിമുഖീകരിക്കുന്നു. സ്വാതന്ത്ര്യദിനം 2025 ഒരു ആഘോഷം മാത്രമല്ല, ഇത് ആത്മപരിശോധനയുടെ, പുതിയ പ്രതിജ്ഞയുടെ, ദേശസ്നേഹത്തിൻ്റെ ദിനവുമാണ്. ഈ ദിവസത്തിൽ ഓരോ ഇന്ത്യക്കാരനും ഒറ്റ മനസ്സോടെ തീരുമാനിക്കണം: രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്ത് ചെയ്യാം. നന്ദി.